വിശദാംശങ്ങൾ നൽകിയത്. വീണ്ടും നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധവാർത്തകളിലേക്ക് തിരികെ പോകുന്നു. ജനങ്ങളുടെ സുരക്ഷ പ്രധാനമെന്നും തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി. ഊർജോൽപാദനം എന്ന് പുനരാരംഭിക്കുമെന്ന് പറയാനായിട്ടില്ല. വിമാനത്താവളത്തിന് നേരെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. Well, to start with your last question, the red lines have already been crossed. The attack on our sovereignty, the blatant attack on our people, on the security and safety of our nation, has already crossed every possible red line. And therefore we have taken all possible measures, and we reserve the right to retaliate. And as I said, our leaders are considering right now all the options on the ground. Our main focus right now is in protecting our sovereignty, protecting our people, protecting the residents who live here in Qatar of 140 nationalities. And we, as mentioned before, our armed forces, our great armed forces, are doing a wonderful job in protecting our. അബ്ബാസ് മുഹമ്മദ് വിശദാംശങ്ങളുമായി ദോഹയിൽ നിന്ന്. അബ്ബാസ്, ഗുരുതരവും സങ്കീർണവുമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതിൻ്റെ ഒരു സ്ഥിരീകരണം മന്ത്രാലയ വക്താവിൻ്റെ വാക്കുകളിലുണ്ട്. ഇപ്പോൾ ഖത്തർ എനർജിയൊക്കെ ഉൽപ്പാദനമോ വിതരണമോ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് ഇതിൻ്റെ ഒരു സൂചന ഇദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലുണ്ടാവും? സൈഫുദ്ദീൻ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ദോഹയിലെ ആസ്ഥാനത്താണ്. ഇവിടെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ ഖത്തർ വിദേശകാര്യ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഡോക്ടർ മാജിദ് അൽ അൻസാരിയുടെ വാർത്താ സമ്മേളനം അവസാനിച്ചത്. BBC, അൽ ജസീറ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. ഫോറിൻ കറസ്പോണ്ടൻസ് എന്ന രീതിയിലാണ് നമ്മൾ ഈ വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നത്. ഇദ്ദേഹം ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിൻ്റെ സുരക്ഷ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇറാൻ നടത്തിയ ആക്രമണം ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് എതിരെയുള്ളതാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഏതെല്ലാം തരത്തിലാണ് അക്കാര്യത്തിലൊരു വ്യക്തത അദ്ദേഹം വരുത്തിയിട്ടില്ല. റൈറ്റ് ടു റിറ്റാലിയേറ്റ് എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ റൈറ്റ് ടു റിറ്റാലിയേറ്റ് എന്നുള്ളതിനൊപ്പം തന്നെ ഇതോടുകൂടി ഇത് ഉത്തരം നൽകപ്പെടാതെ പോകില്ല എന്നുകൂടി അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നു. അതോടൊപ്പം ഈ രാജ്യത്തിൻ്റെ പൗരന്മാരുടെയും അതുപോലെ സ്വദേശികളടക്കമുള്ള ആളുകളുടെയും വിദേശികളുടെയും ഒക്കെ സുരക്ഷയാണ് പരമപ്രധാനം. അതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് എന്നാണ് മാജിദ് അൽ അൻസാരി പറയുന്നത്. ഇതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം നൽകുകയുണ്ടായി. അത് ഖത്തറിലെ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളവുമായി ബന്ധപ്പെട്ടാണ്. ഈ അഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണ ശ്രമങ്ങളുണ്ടായി. മൾട്ടിപ്പിൾ ടൈംസിൽ അത്തരം ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഖത്തറി വ്യോമസേന അതെല്ലാം തകർത്തു കളഞ്ഞു എന്നുകൂടി അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് വിമാനത്താവളം ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. ഇതോടുകൂടി ഇതിനാണ് അദ്ദേഹം വ്യക്തത വരുത്തിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ ഇന്നലെ റാസ് ലഫാനിലും അതുപോലെ മിസൈദിലെയും ഈ രണ്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് ഖത്തറിലെ. ഇവിടെ നടന്ന ഖത്തർ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരെ നടന്ന ആക്രമണത്തിലും അദ്ദേഹം കാര്യങ്ങൾ വിശദമാക്കുകയുണ്ടായി. ഈ ആക്രമണം ആഗോളതലത്തിൽ തന്നെ ഈ ഇന്ധന മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അത് എന്ന് പുനരാരംഭിക്കുമെന്ന് ടെക്നിക്കൽ കമ്മിറ്റി ഇരുന്നും കൂടിയാലോചിച്ച ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്താനാവൂ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ എപ്പോഴാണ് ഇതിൻ്റെ ഊർജ്ജോൽപാദനം പുനരാരംഭിക്കാനാകുക എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അക്കാര്യത്തിൽ ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ അവിടുത്തെ തൊഴിലാളികളുടെ ഓൺഷോറിലും ഓഫ്ഷോറിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷയാണ് നിലവിൽ പ്രധാനം. അതുകൊണ്ടാണ് താൽക്കാലികമായി അവിടുത്തെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ ഖത്തർ എനർജിയാണ് ഒരു അവസാനത്തെ വാക്ക് പറയേണ്ടത്. അവരുടെ ടെക്നിക്കൽ കമ്മിറ്റി ചേർന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക എന്നുകൂടി മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി. ഇതോടൊപ്പം ഇവിടെ ഒരു മൊസാദിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേന്ദ്രം ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിനൂടെ അദ്ദേഹം മറുപടി പറയുകയുണ്ടായി. അത്തരത്തിലൊരു കേന്ദ്രം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തങ്ങൾക്ക് വിവരമില്ല എന്നാണ് മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ആക്രമണം നാലാം ദിവസത്തിലേക്ക് എത്തുന്ന വേളയിലാണ് കാര്യങ്ങൾ വിശദീകരിച്ച് മാജിദ് അൽ അൻസാരി കൃത്യമായിട്ട് ഈ രാജ്യത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നത്. ഗസ അടക്കമുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ നിലപാടുകൾ ഈ ലോക മാധ്യമങ്ങൾ അറിയിക്കുന്നത് മാജിദ് അൽ അൻസാരിയാണ്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഖത്തറിൻ്റെ നിലപാടും അതുപോലെ എനർജി സെക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൗരന്മാരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ കൂടി ഈ രാജ്യം വ്യക്തമാക്കുന്നത്. സൈഫുദ്ദീൻ.